ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതൊക്കെ തന്നെ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കേരളത്തിൽ വിജയിക്കുക എന്നതാണ് LDFിൻ്റെ ആയാലും UDFിൻ്റെ ആയാലും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? LDFും UDFും തമ്മിലാണ്. BJP എന്ന് പറയുന്ന NDA എന്ന് പറയുന്ന സഖ്യം കേരളത്തിലാകെ ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ലക്ഷ്യമാണ്. പക്ഷേ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് BJP എന്ന് പറയുന്ന പാർട്ടി ഒരു വലിയ ഒരു അയിത്തം കൽപ്പിക്കേണ്ട പാർട്ടിയാണ്, അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ കൽപ്പിക്കേണ്ട ഒരു പാർട്ടിയാണ് എന്ന ഒരു സമീപനത്തിൽ നിന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. നോക്ക്, ഇപ്പോൾ CPM അല്ലെങ്കിൽ കോൺഗ്രസ്, അതുമല്ലെങ്കിൽ നേരെ BJP എന്നുള്ളൊരു നിലയിലേക്ക് ആളുകളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ വരും ഭാവിയിൽ BJP വലിയ മുന്നേറ്റം ഇതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് BJP ഇത്രയും വലിയ ചർച്ചയായി ഈ തെരഞ്ഞെടുപ്പിൽ മാറുന്നത്. ആരാണ് BJPയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? ആരാണ് BJPയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? ആർക്കാണ് BJPയോട് ഏറ്റവും എതിർത്ത് നിൽക്കാൻ കഴിയുന്നത്? അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരുന്നത് തീർച്ചയായും കേരളത്തിലെ മൈനോറിറ്റി ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ച് തന്നെയാണ്. പക്ഷേ നമ്മളത് ചർച്ച ചെയ്യുമ്പോഴും BJPയുടെ ഈ ഒരു വളർച്ച നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. BJP വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡീൽ ആരോപണം എന്ന് പറയുന്നത് അത് ഒരു ഉണ്ടയില്ല വെടിയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും അഭിപ്രായം. അത് ഞാൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞാണ്. അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. VD സതീശൻ്റെ ഇന്നത്തെ മറുപടി കൃത്യമായ മറുപടിയാണോ എന്നതിലും എനിക്ക് സംശയം.